ഇന്നലെ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് മോചനം ലഭിച്ചപ്പോൾ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് നമ്മുടെ പാംബ്ലാനി പിതാവിൻ്റെയൊക്കെ വാക്കുകൾ കേട്ടപ്പോൾ BJPക്ക് കുറച്ച് ആശ്വാസമായെന്ന് തോന്നുന്നു അല്ലേ? കേന്ദ്രത്തിന് നന്ദിയൊക്കെ പറഞ്ഞപ്പോൾ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു, എല്ലാം സോൾവായി എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പലരും ഛത്തീസ്ഗഡിൽ നിന്ന് വണ്ടി കയറിയത്. എന്നാൽ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്കെതിരായ കേസിൽ സംഘപരിവാറിനെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക സഭാ മുഖപത്രം ദീപിക. ക്രൈസ്തവരെ ആക്രമിക്കുന്ന ബജരംഗദളിന് കാവൽ നിൽക്കുകയല്ലേ എന്ന് കേന്ദ്രം ഭരിക്കുന്നവർ ആത്മപരിശോധന നടത്തണമെന്നാണ് മുഖപ്രസംഗം. കന്യാസ്ത്രീകളെ പുറത്തിറക്കിയത് മാത്രമല്ല, അകത്താക്കിയതും ആരുടെ ബലത്തിലാണെന്ന് ക്രൈസ്തവർക്ക് അറിയാമെന്നും മുഖപ്രസംഗത്തിൽ പരാമർശം. TV പ്രസാദിന്റെ കൂടുതൽ വിവരങ്ങളുമായി TV പ്രസാദ്. ഗുഡ് മോർണിംഗ് TV പ്രസാദ്. അങ്ങനെ പാംബ്ലാനി പിതാവ് പറഞ്ഞതുകൊണ്ട് ആ മുറിവ് ഉണങ്ങുന്നില്ല അല്ലേ TV പ്രസാദ്? ഉറപ്പായും അതിരൂക്ഷമായ വിമർശനങ്ങളാണ് BJPക്കും കേന്ദ്ര സർക്കാരിനും സംഘപരിവാരങ്ങൾക്കുമെതിരെ കത്തോലിക്ക മുഖപത്രമായ ദീപിക മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ്. അരുൺ പറഞ്ഞതുപോലെ, പാംബ്ലാനി പിതാവ് പറഞ്ഞതുപോലെയല്ല ഇന്നത്തെ മുഖപ്രസംഗം എന്നുള്ളതാണ്. അതായത് ആരാണ് പുറത്തിറക്കിയതിൻ്റെ ക്രെഡിറ്റ് അടിക്കാൻ പലയാളും ശ്രമിക്കുന്നത്, പക്ഷേ അകത്താക്കിയത് ആരാണെന്ന കാര്യം മറക്കരുത്. അരുൺ, പ്രധാനപ്പെട്ട കാര്യമുള്ളത് പാകിസ്ഥാനിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നേരിടുന്ന പീഡനവും അതുപോലെ തന്നെ ആക്രമണവും അതിന് സമാനം തന്നെയാണ് ഇന്ത്യയിലെ വർഗീയവാദികൾ ക്രിസ്ത്യാനികളോട് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ഇതിലൂടെ ഉന്നയിക്കുന്നത്. ശക്തമായ ഭാഷയിൽ തന്നെയാണ് വിമർശനം എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എന്തുകൊണ്ട് ജ്യോതി ശർമ്മയ്ക്കെതിരെ കേസെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ഉയർത്തുന്നു. വർഗീയതയുടെ മുകളിൽ മതേതരത്വം വിജയം നേടിയ 10 ദിവസങ്ങളാണ് കടന്നുപോയത്. ആ മതേതരത്വത്തിൻ്റെ കൊടി പിടിച്ചത് കേരളമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. രാജ്യത്ത് ഗുരുതരമായ സാഹചര്യം നിലനിൽക്കുന്നു തുടങ്ങിയ പ്രധാനപ്പെട്ട വാക്കുകളിലൂടെയാണ് ദീപികയുടെ വിമർശനം ഉയരുന്നത്. കഴിഞ്ഞ നാളുകളിൽ കേരളം ചർച്ച ചെയ്ത ഈ വിഷയം അതേ ശക്തമായ രീതിയിൽ രൂക്ഷ വിമർശനത്തോടൊപ്പം BJPയെ ശക്തമായി പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. കള്ളക്കേസിൽ കുടുക്കിയത് സംഘപരിവാർ സംഘടനയാണ് എന്ന് വ്യക്തമായി തന്നെ പറയുന്നു. ജാമ്യം വർഗീയതയ്ക്ക് മേൽ മതേതര സാഹോദര്യത്തിൻ്റെ വിജയം എന്നാണ് ദീപിക പറയുന്നത്. വർഗീയ കൂട്ടങ്ങൾ ഇവിടെ തന്നെ ഉള്ളതിനാൽ ആരും പിരിഞ്ഞു പോകരുതെന്ന് ദീപിക മുഖപ്രസംഗത്തിലൂടെ പറയുന്നു. ന്യൂനപക്ഷങ്ങളുടെ മുഖമടിച്ച് പൊളിക്കാൻ വർഗീയവാദികൾ നാട് നിരങ്ങുന്നു എന്ന വാചകമാണ് ഉപയോഗിക്കുന്നത്. അക്രമം അഴിച്ചുവിട്ട ജ്യോതി ശർമ്മയ്ക്കെതിരെ ഒരു പെറ്റി കേസ് പോലും ഇതുവരെ എടുത്തിട്ടില്ല. ഇതാണ് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന പരിഹാസമാണ് BJPക്കെതിരെയും കേന്ദ്ര സർക്കാരിനുമെതിരെയും ഉന്നയിക്കുന്നത്. താൽക്കാലിക ആശ്വാസത്തിനൊപ്പം ആഹ്ലാദിക്കാൻ ഒന്നുമില്ലെന്നും ദീപികയുടെ മുഖപത്രം പറയുന്നു. ഭരണഘടനയോട് ബഹുമാനമുണ്ടെങ്കിൽ കേസ് റദ്ദാക്കാൻ തീരുമാനിക്കണം. ജ്യോതി ശർമ്മയുടേത് രാജ്യദ്രോഹമല്ലെങ്കിൽ പിന്നെന്താണ് എന്നാണ് ദീപിക ചോദിക്കുന്നത്. വർഗീയവാദികൾക്ക് മുകളിൽ പത്മാസനത്തിൽ ഇരിക്കുന്നു ബജ്രംഗ്ദൾ ഭീകരപ്രസ്ഥാനം തുടങ്ങിയ അതിരൂക്ഷമായ വിമർശനമാണ് ദീപിക മുഖപ്രസംഗത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വലിയ വിവാദങ്ങൾ, വലിയ കോലാഹലങ്ങൾ, അതിൻ്റെ ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടി BJP നേതാക്കൾ ശ്രമിക്കുമ്പോൾ ആരാണ് അകത്താക്കിയതെന്ന് നന്നായി അറിയാമെന്ന് ദീപിക മുഖപ്രസംഗം എഴുതുന്നതിലൂടെ കൃത്യമായ സന്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. അരുൺ, നമുക്കറിയാം, കേരളത്തിലെ ക്രൈസ്തവ ജനവിഭാഗങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി BJP ശ്രമിക്കുമ്പോൾ അതിനുള്ള മുഖത്തേറ്റ അടിയായി ദീപികയുടെ ഈ മുഖപ്രസംഗം മാറുന്നു എന്ന് തന്നെയാണ് അരുൺ. TV പ്രസാദ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പാംബ്ലാനി പിതാവ് പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങൾ ഇന്നിതാ കത്തോലിക്ക സഭയുടെ മുഖപ്രസംഗം വരുന്നു. രൂക്ഷമായ വിമർശനമാണ്. പത്മാസനത്തിലിരിക്കുമ്പോൾ വർഗീയതയ്ക്ക് കുടപിടിക്കുന്നവരുമായിട്ട് നിങ്ങൾക്ക് ചങ്ങാത്തമില്ലേ എന്നാണ് ചോദിക്കുന്നത്. അകത്താക്കിയത് ആരെന്നും പുറത്തിറക്കിയത് ഇതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്നത് ആരെന്നും അറിയാമെന്നും പത്രം പറയുമ്പോൾ കത്തോലിക്ക സഭകളുടെ മനസ്സിലേറ്റ മുറിവ് ഉണങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഇതേ കാര്യമാണ് ഞങ്ങളുടെ പ്രതിനിധി ആദിൽ പാലോട് ഛത്തീസ്ഗഡിലെത്തിയ രാജീവ് ചന്ദ്രശേഖരനോട് ചോദിച്ചത്. ഇപ്പോൾ നിങ്ങൾ ഈ ജാമ്യത്തിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വരുന്നുണ്ടല്ലോ, അകത്താക്കിയതിൻ്റെ ക്രെഡിറ്റും നിങ്ങൾ എടുക്കുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിന് രാജീവ് ചന്ദ്രശേഖരൻ എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് കൂടി ഒന്ന് പ്രേക്ഷകർ കാണണം. ദീപിക പത്രത്തിൽ പറയുന്നത് പോലെ, മുഖപ്രസംഗത്തിൽ പറയുന്നത് പോലെ, അകത്താക്കിയത് ആര്, അവർ തന്നെയല്ലേ പുറത്തിറക്കിയതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്നത് എന്നുള്ളതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിന് രാജീവ് ചന്ദ്രശേഖരൻ നൽകിയ മറുപടി ഒന്ന് കണ്ടുവരാം. ഞാൻ ഇന്നലെയും പറഞ്ഞു, മിന്നാന്ന് പറഞ്ഞു, നിങ്ങൾ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കരുത്. ഇന്ന് നല്ലൊരു സന്തോഷ ദിവസമാണ്. അല്ല, എനിക്ക് സംസാരിക്കാൻ അങ്ങനെ ആഗ്രഹമില്ല. ജയിലിലിട്ടതും അറസ്റ്റ് ചെയ്തതും എല്ലാം
ജയിലിലിട്ടതും നിങ്ങളല്ലേ, അറസ്റ്റ് ചെയ്തതും നിങ്ങളല്ലേ, NIA കോടതിയിലേക്ക് വിട്ടതും നിങ്ങളല്ലേ, പ്രോസിക്യൂഷനെ എതിർത്തതും നിങ്ങളല്ലേ. എന്നിട്ട് ബജരംഗദൾ പ്രവർത്തകർ അവിടെ വന്ന് സംഘടിച്ചെത്തിയപ്പോൾ പോസ്റ്റ് ഇട്ടതും നിങ്ങളുടെ മുഖ്യമന്ത്രിയല്ലേ. ഈ ചോദ്യങ്ങൾക്കാണ് രാജീവ് ചന്ദ്രശേഖരന് ഉത്തരമില്ലാതെ പോയത്. അകത്താക്കിയവർ തന്നെ പുറത്തിറക്കുന്ന അത്ഭുതകരമായ പ്രതിഭാസം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. നിങ്ങളെ പിന്നീട് മുറിവുണക്കാൻ വേണ്ടി മുറിവേൽപ്പിക്കുന്നവരാണ് ഞാൻ എന്ന് പറയുന്ന അവസ്ഥയിലായിപ്പോയി എന്നുള്ളതാണ്.